ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബക്കാരെയും ബന്ധുക്കളെയും നമ്മുടെ വീട്ടിലേക്ക് കയറ്റരുത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അതിശയം തോന്നുന്നുണ്ടാകും, അല്ലേ? സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കുടുംബക്കാരാണെങ്കിൽ അവർ എന്ത് ദ്രോഹം ചെയ്താലും നമ്മൾ സഹിക്കണം. നമ്മുടെ വീടിന്റെ വാതിലുകൾ അവർക്കായി എപ്പോഴും തുറന്നിടണം എന്ന വലിയൊരു കുറ്റബോധത്തിലാണ് പലരും ജീവിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, രക്തബന്ധം ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും പ്രവേശനം നൽകണം എന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. മത്തായി 10:36 ഈശോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറ്റുന്ന ആളുകളാണ് നിങ്ങളുടെ വീടിന്റെ ആത്മീയ അന്തരീക്ഷം തീരുമാനിക്കുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിർബന്ധമായും അകറ്റി നിർത്തേണ്ട, അല്ലെങ്കിൽ വീട്ടിലേക്ക് പ്രവേശനം നൽകാൻ പാടില്ലാത്ത 6 തരം ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ ഓരോന്നായി തുറന്നു കാണിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന വലിയൊരു കുറ്റബോധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്റെ ഭവനത്തിന്റെ സമാധാനത്തെയും വിശുദ്ധിയെയും സകല തകർച്ചകളിൽ നിന്നും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: ദൈവത്തിൽ നിന്നുള്ള സമാധാനത്തിന് മാത്രമേ എന്റെ ഭവനത്തിലേക്ക് പ്രവേശനമുള്ളൂ. കർത്താവെ, എന്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള വലിയൊരു സംരക്ഷണ കോട്ടയായി മാറട്ടെ. ഒന്നാമതായി നമ്മൾ അകറ്റി നിർത്തേണ്ട വ്യക്തികളെ കുറിച്ച് നോക്കാം. ഭിന്നിപ്പും കലഹവും ഉണ്ടാക്കുന്ന ബന്ധുക്കൾ. ചില ബന്ധുക്കളുണ്ട്, അവർ നിങ്ങളുടെ പടി കടന്നു വരുമ്പോൾ തന്നെ പരദൂഷങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും വലിയൊരു ഭാണ്ഡവും കൊണ്ടാണ് വരുന്നത്. നിങ്ങളുടെ മുൻപിൽ വെച്ച് അവർ നിങ്ങളുടെ സഹോദരങ്ങളെ കുറ്റം പറയും. തിരികെ പോയി അവരോട് നിങ്ങളെക്കുറിച്ചും കുറ്റം പറയും. ഒരു കുടുംബത്തിൽ എങ്ങനെയെങ്കിലും 2 പക്ഷം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കാരണവുമില്ലാതെ വലിയ വഴക്കുകൾ തുടങ്ങും. റോമാ 16:17 പൗലോസ്ലീഹ വളരെ കൃത്യമായി പറയുന്നു, സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവൻ. അതേ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് അവരെ ഉപദേശിച്ച് നന്നാക്കാനല്ല, മറിച്ച് അവരിൽ നിന്ന് അകന്നു നിൽക്കാനാണ്. നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ കലഹമുണ്ടാക്കുന്നവർക്ക് നിങ്ങളുടെ വീടിന്റെ വാതിൽ അടച്ചേ മതിയാകൂ. രണ്ടാമതായി വളരെ ഗൗരവമുള്ള മറ്റൊരു കൂട്ടരെ കുറിച്ച് നോക്കാം. പാപത്തിൽ അഭിരമിക്കുന്ന ബന്ധുക്കൾ. ചില ബന്ധുക്കൾ വലിയ മദ്യപാനികളോ അല്ലെങ്കിൽ അസാൻമാർഗികമായ ജീവിതം നയിക്കുന്നവരോ പണം തട്ടിയെടുക്കുന്നവരോ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്നവരോ ആയിരിക്കും. അവർ അത് വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നവരുമായിരിക്കും. കുടുംബക്കാരല്ലേ എന്ന് വിചാരിച്ച് ഇവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറ്റുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് ഈ പാപങ്ങളൊക്കെ ജീവിതത്തിൽ ആകാം എന്ന വലിയ തെറ്റാണ്. 1 കൊരിന്തോസ് 5:11 വചനം പറയുന്നു, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. ഇത് അവരോടുള്ള വെറുപ്പല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ ആത്മീയ സംരക്ഷണമാണ്. മൂന്നാമതായി നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാം. ചില ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭക്ഷണവും കഴിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെയും പള്ളിയിൽ പോകുന്നതിനെയും കളിയാക്കും. നിങ്ങളുടെ ദൈവവിശ്വാസത്തെയും വചനങ്ങളെയും അവർ തമാശയാക്കി മാറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിയെ അവർ ചോദ്യം ചെയ്യും. 2 യോഹന്നാൻ 1:10-11 ദൈവവചനം നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആർക്കെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനം ഒരു അൾത്താരയാണ്. അവിടെ ഇരുന്ന് നിങ്ങളുടെ ദൈവത്തെ നിന്ദിക്കാൻ ഒരു ബന്ധുവിനെയും നിങ്ങൾ അനുവദിക്കരുത്. നാലാമതായി നമ്മുടെ സമാധാനം കെടുത്തുന്ന മറ്റൊരു കൂട്ടർ. കോപവും അക്രമവാസനയും ഉള്ള ബന്ധുക്കൾ. ചിലരുണ്ട്, വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവർ. എപ്പോഴും ദേഷ്യം, അലർച്ച, വാതിലുകൾ വലിച്ചടയ്ക്കുക. മുതിർന്നവരല്ലേ എന്ന് കരുതി പലരും ഇത് സഹിക്കും. എന്നാൽ ഇതൊരു സ്വഭാവ ദൂഷ്യമല്ല, ഇതൊരു തകർക്കുന്ന അരൂപിയാണ്. സുഭാഷിതങ്ങൾ 22:24-25 വചനം പറയുന്നു, കോപശീലനോട് സൗഹൃദം പാടില്ല, രോഷാകുലനോട് ഇടപെടുകയുമരുത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടു പഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. കോപം വളരെ വേഗം പകരുന്ന ഒന്നാണ്.
നിങ്ങൾ അവരെ സഹിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളിലും ആ കോപം കടന്നുവരും. നിങ്ങളുടെ വീട് നിങ്ങളുടെ പങ്കാളിക്കും കുട്ടികൾക്കും സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരിടമാണ്. അവിടേക്ക് ഭയത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവരാൻ ആരെയും അനുവദിക്കരുത്. അഞ്ചാമതായി, ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം നോക്കാം. അതിരുകൾ ലംഘിക്കുന്നവരും പരദൂഷണം പറയുന്നവരും. പല വിശ്വാസികളും മാനസികമായി തകർന്നു പോകുന്നത് ഇവിടെയാണ്. സ്വന്തം കുടുംബക്കാരാണെന്ന പേരിൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി വരാമെന്നും നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് തീരുമാനിക്കാമെന്നും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാമെന്നും ചിന്തിക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്താൽ അവർ പറയും, ഞാൻ നിനക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. ഉൽപ്പത്തി 2:24 പറയുന്നു, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ഇതൊരു വലിയ അതിർവരമ്പാണ്. സ്നേഹത്തിന്റെ മുഖം മൂടിയിട്ട നിയന്ത്രണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ അധികാരം നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കുമാണ്. ആ അതിരുകൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. അവസാനമായി, ആറാമത്തെ കൂട്ടരെ നോക്കാം. ആത്മീയമായി നിങ്ങളെ തളർത്തുന്നവർ. ചില ബന്ധുക്കൾ വഴക്കുണ്ടാക്കില്ല, പക്ഷെ അവരോട് സംസാരിച്ചാൽ നിങ്ങളുടെ സകല ഊർജവും നഷ്ടപ്പെടും. എപ്പോഴും നിരാശ മാത്രം സംസാരിക്കുന്നവർ. നിങ്ങൾ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല. ഇത്ര വലിയ ഭ്രാന്തൊന്നും വേണ്ട എന്ന് പറയുന്നവർ. മാർക്കോസ് 3:21 നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ സ്വന്തം ബന്ധുക്കൾ പോലും ഈശോയ്ക്ക് സമനില തെറ്റി എന്ന് പറഞ്ഞ് അവിടത്തെ പിടിച്ചുകൊണ്ടു പോകാൻ വന്നു എന്ന് 1 കൊറിന്തോസ് 15:33 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദുഷിച്ച സംസർഗം നല്ല ശീലങ്ങളെ നശിപ്പിക്കും എന്ന്. നിങ്ങളുടെ ദൈവവിളിയെ തളർത്തുന്നവരോട് അകലം പാലിക്കുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലേക്ക് ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അഹങ്കാരമോ സ്നേഹമില്ലായ്മയോ അല്ല, മറിച്ച് അതൊരു ആത്മീയ പക്വതയാണ്. നിങ്ങളുടെ മാനസിക സമാധാനവും വിവാഹ ജീവിതത്തിന്റെ ഭദ്രതയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനേക്കാൾ വളരെ വലുതാണ്. ചിലരെ നമ്മൾ ദൂരെ നിന്ന് സ്നേഹിക്കണം, അത്രമാത്രം. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പൂർണ്ണ സമർപ്പണത്തോടെ നമ്മുടെ ഭവനങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ വചനങ്ങളിലൂടെ എന്റെ ഭവനത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് കാണിച്ചു തന്നതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് സമാധാനക്കേടുണ്ടാക്കുന്ന പലരെയും ഞാൻ എന്റെ ജീവിതത്തിൽ കയറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾ പറയുന്ന കുറ്റപ്പെടുത്തലുകളും അനാവശ്യ ഇടപെടലുകളും എന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ കുറ്റബോധങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഇന്നു മുതൽ എന്റെ ഭവനത്തിന്റെ അതിരുകൾ കാക്കാൻ എനിക്ക് അവിടുന്ന് ധൈര്യം നൽകണമേ. അങ്ങയുടെ സമാധാനത്തിന് മാത്രം എന്റെ വീട്ടിലേക്ക് പ്രവേശനം നൽകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ വലിയ സത്യം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബന്ധുക്കളുടെ ഇടപെടലുകൾ കാരണം സമാധാനം നഷ്ടപ്പെട്ട് സങ്കടപ്പെടുന്ന നിങ്ങളുടെ സകല പ്രിയപ്പെട്ടവർക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അവരുടെ കുറ്റബോധം മാറാൻ വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ആശ്വാസമായി മാറും. ഇതുപോലുള്ള ആത്മീയ സത്യങ്ങൾ തുടർന്നും നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കാൻ ആ ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. താഴെ കമന്റ് ബോക്സിൽ ദൈവത്തിൽ നിന്നുള്ള സമാധാനത്തിന് മാത്രമേ എന്റെ ഭവനത്തിലേക്ക് പ്രവേശനമുള്ളൂ, കർത്താവെ എന്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.